ആരാ വായിക്കുന്നത്? ഞാനേച്ചി. പിന്നില്ല, വായിക്കും. 30/1/26 ക്ലാസ് ആരംഭിച്ചത് യോഗാവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യോഗാവസ്ഥ, യോഗം, യുക്തി, യോഗി എന്ന് പറഞ്ഞാൽ മനസ്സ് ഈശ്വരനിൽ യോജിപ്പിച്ചു നിർത്തുന്നതിനെയാണ് യോഗാവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ഈശ്വരനിൽ മനസ്സ് പിടിച്ചു നിർത്താൻ കഴിയാത്തതിന് കാരണം ആഗ്രഹങ്ങളാണ്. പിന്നെ സമ്പത്ത്, അതിനെക്കുറിച്ചുള്ള ചിന്തയും. ഇതാണ് അടിസ്ഥാനപരമായി നമ്മളെ ഈശ്വരനിൽ നിന്നും അകലത്തിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യോഗാവസ്ഥയിൽ എത്തപ്പെടാത്തതിന്റെ കാരണം. ഭഗവത്ഗീതയിൽ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നു, മനസ്സ് അത്ര ചഞ്ചലമാണ്, കാറ്റത്തുള്ള ദീപശിഖ പോലെ. ഇത്രയും ചഞ്ചലമായ മനസ്സ് എങ്ങനെ ഉറപ്പിക്കും? അപ്പോൾ ഭഗവാൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: അഭ്യാസേന കൗന്ദേയ വൈരാഗ്യേണ ച ഗുഹ്യതേ. സത്യമാണ് നീ പറഞ്ഞത്, പക്ഷേ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് സാധ്യമാണ്. അഭ്യാസം എന്നത് അർത്ഥമാക്കുന്നത് വീണ്ടും വീണ്ടും പരിശീലിക്കുക. വൈരാഗ്യം ആസക്തിയില്ലായ്മ, അതായത് വിഷയത്തിലുള്ള അനാസക്തി എന്ന് അർത്ഥമാക്കുന്നു. ഇങ്ങനെയുള്ള നിരന്തര പരിശ്രമത്താൽ നമ്മുടെ മനസ്സ് ഈശ്വരനിൽ നിർത്താൻ സഹായിക്കുന്നു. ഒരിക്കൽ മഹേന്ദ്രനാഥ് ഗുപ്ത ഭഗവാനോട് ചോദിച്ചു, ഞാൻ സന്യസിച്ചാലോ എന്ന്. ഭഗവാൻ പറഞ്ഞു, പാടില്ല, നിന്റെ രീതി വേറെയാണ്, സംസാരത്തിൽ ഭാര്യയും മക്കളുമൊത്ത് ജീവിക്കുക. മാസ്റ്റർ വീണ്ടും ചോദിച്ചു, ഞാൻ കൂടുതൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കട്ടെ എന്ന്. ധാർമ്മിക ജീവിതത്തിനു വേണ്ടി നല്ല വഴിക്ക് സമ്പാദിക്കാം, പക്ഷേ സമ്പാദിക്കലല്ല ലക്ഷ്യം, ഈശ്വര സേവ ചെയ്യുക എന്നതാവണം ലക്ഷ്യം. ഈശ്വര സേവ ചെയ്യുകയാണെങ്കിൽ ആ പണം കൊണ്ട് ദോഷമില്ല. എത്ര കാലം വീട്ടുകാരോട് കർത്തവ്യം ഉണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി, അവർക്ക് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടാകുന്നതുവരെ, തൻകാലിൽ മക്കൾ നിൽക്കാറായി എന്ന് തോന്നുന്നതുവരെ, പിന്നെ അവരുടെ ഭാരം ചുമത്തേണ്ട ആവശ്യമില്ല. അതിന് ഉദാഹരണമായി, കോഴിക്കുഞ്ഞ് കൊത്തി തിന്നാറായാൽ തള്ളക്കോഴി അതിന്റെ അടുത്ത് നിന്ന് കൊത്തി ഓടിക്കും. നമ്മളും മക്കൾക്ക് കൊടുക്കാനുള്ളതെല്ലാം സമയമാവുമ്പോൾ കൊടുത്ത് ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സമയം കണ്ടെത്തുക. എത്ര കാലം കർമ്മം ചെയ്യേണ്ടതുണ്ട് എന്ന ചോദ്യത്തിന് ശ്രീരാമകൃഷ്ണദേവൻ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: കായുണ്ടായാൽ പിന്നെ പൂ നിൽക്കില്ല, ഈശ്വരലാഭം ഉണ്ടായാൽ പിന്നെ കർമ്മം ചെയ്യേണ്ടതില്ല. അതിന് ഉദാഹരണമായി പറയുന്നത്, ഒരു വീട്ടിലെ അമ്മ വീട്ടുജോലികൾ എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിലെ മറ്റംഗങ്ങൾ എത്ര കിടന്നു വിളിച്ചാലും തിരികെ വരില്ല. സ്പിരിച്വലി നമുക്ക് വേണ്ടി നമ്മളും സമയം മാറ്റിവെക്കുക. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതും പോകുന്നതും ഒറ്റയ്ക്കാണെന്ന് ഓർമ്മിക്കുക. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. ഇതല്ല, ഗൃഹ്യതേ. ഞാൻ വിചാരിക്കാണ് ഇപ്പം, പിന്നെ ഈ പക്ഷികളും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, പക്ഷികളെ കൊത്തി ഓടിക്കണ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ കൊത്തി ഓടിച്ചാലും ശരിയാവില്ല, ഇത് നമുക്ക് പ്രായമാകുമ്പോ ആവശ്യമുണ്ടല്ലോ അവനൊക്കെ. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ മനുഷ്യർക്കൊരു വ്യത്യാസം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പക്ഷികൾ മൃഗങ്ങളൊന്നും പ്രായമാകുമ്പോ ആരും അവരുടെ മക്കളൊന്നും നോക്കാറില്ല, അവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. പക്ഷെ മനുഷ്യരുടെ അങ്ങനെയല്ല. മനുഷ്യർക്ക് പ്രായമാകുമ്പോൾ മക്കളൊക്കെ ആശ്രയമാണ്. അതുകൊണ്ട് നമ്മൾ കൊത്തി ഓടിക്കാറില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്താറില്ല. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് വിട്ട് അവർക്ക് വേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗൈഡൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തോടെ ജീവിക്കാൻ കുത്തി ഓടിക്കേണ്ട ആവശ്യമില്ല. അതൊരു ആശ്വാസം അല്ലേ. കുത്തി ഓടിക്കണം പറഞ്ഞാൽ സങ്കടം വരില്ലേ, മക്കളെയൊക്കെ കുത്തി ഓടിക്കണം എന്ന് പറഞ്ഞാൽ. എന്തായാലും അത് നമ്മളുടെ അങ്ങനെയാണ്, ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ അങ്ങനെയാണ്. ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ പക്ഷികളിലും മൃഗങ്ങളിലും കാണാത്ത തരത്തിലുള്ള ഒരു സ്വഭാവം മനുഷ്യൻ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ കുറച്ചൊക്കെ ആവശ്യമാണ്. ഇപ്പൊ ഇന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് 2-3 കുട്ടികളോട് വന്നിരുന്നു. ഒരു പ്രോജക്റ്റ് അവർക്കിപ്പോ നിർബന്ധമായിട്ട് ഒരു 50% പേര് എന്തൊരു ഇന്നോവേഷൻ കണ്ടുപിടിച്ച് അവതരിപ്പിക്കണം. അതിന് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ നിയമങ്ങളൊക്കെയാണ്. അപ്പൊ ഹയർ സെക്കൻഡറി 50% കുട്ടികൾ അതിൽ പങ്കിട്ട് എന്തെങ്കിലും ഒന്ന് അവതരിപ്പിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇവിടെ 2-3 മിടുക്കി കുട്ടികള് അവരെടുത്ത പ്രോജക്റ്റ് എന്താന്ന് വെച്ചാല്, പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച്
ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് സമ്പാദിച്ച് പിന്നെ അധികം വീട്ടുകാരെ കഷ്ടപ്പെടുത്താതിരിക്കുക. അതിന് ഒരു ഓൺലൈനിൽ തന്നെ ഒരു മൊബൈൽ ആപ്പ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് എന്താണ് എന്തൊക്കെയാണ് നമുക്കുള്ള കഴിവുകള്, എന്തൊക്കെ ചെയ്യാനുള്ള ഒരു കുട്ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചെറിയ കുട്ടികളല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഒരു +2 അങ്ങനെയുള്ള കുട്ടികളല്ല, കുറച്ചും കൂടി പ്രായമായി കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയും കൂടി കഴിഞ്ഞാലാണ് ശരിക്കും അത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അതിന് മുമ്പ് ഇത് ആവശ്യമില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെ ചാൻസുകളുണ്ട് ഒക്കെ ഓൺലൈൻ, മിക്കവാറും ഓൺലൈൻ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ അല്ലാതെ. അപ്പൊ അങ്ങനെ 2 പോർട്ടൽ അവരൊക്കെ ക്രിയേറ്റ് ചെയ്ത് ശരിക്കും തന്നെ മിടുക്കി കുട്ടികളാണ്. അതൊക്കെ അവർക്ക് കോമ്പറ്റീഷനൊക്കെ അവര് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിന് ഇവിടെ നിന്ന് വരാൻ വേണ്ടി CM-ന്റെ ചീഫ് മിനിസ്റ്ററുടെ ഒരു മീറ്റിംഗ് ഒക്കെ നമ്മുടെ അടുത്തായിരുന്നു. അതിന് പങ്കെടുക്കാൻ വന്നിരുന്നു. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ കുറെ നാൾ ചിലര് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പഠിച്ച് ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ വേറെ റിസർച്ച് ചെയ്തു, അത് ചെയ്തപ്പോ ഒക്കെ വീട്ടിലിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥകളും ചിലപ്പോ വരും. അപ്പൊ അവർക്ക് തന്നെ കുറച്ച് തോന്നും, ഇനി ഇങ്ങനെ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യണമല്ലോ. വിദേശങ്ങളിലൊക്കെ കുറച്ച് അങ്ങനെയാണല്ലോ. ഇപ്പൊ വിദേശത്ത് പോകുന്ന മിക്കവാറും കുട്ടികൾ അങ്ങനെയാണ്. എന്നുവെച്ചാൽ നല്ല ചെലവാണ്. അപ്പൊ അവർ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി ചെയ്യും. ചിലപ്പോ ഹോട്ടലിൽ പാത്രം കഴിയില്ലായിരിക്കും, പക്ഷെ എന്തായാലും അത് ചെയ്യാൻ അവർക്ക് മടിയില്ല, പുറത്തുപോയ മടിയില്ല, നമ്മുടെ ഇവിടെ ചെയ്തില്ലെങ്കിലും. അപ്പൊ അങ്ങനെ അവര് ചെയ്യും. അതേ ഒരു ഐഡിയ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞപ്പോ ഒരു +2 ഡിഗ്രി വരെ അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാല് അച്ഛനമ്മമാരുമായിട്ടുള്ള ഒരു ബന്ധം നിർത്തുന്നത് തന്നെയാണ് നല്ലത് ചെറിയ പ്രായത്തില്. അല്ലെങ്കിൽ അവർ അപ്പൊ തന്നെ പിന്നെ അവർ പൈസയും സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പൈസ കയ്യിലേക്ക് കിട്ടിയാൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അത്രയ്ക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് PG തുടങ്ങിയ കുട്ടികളോ വേറെ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു ഐഡിയ ആണ്, അല്ലാത്തവർക്ക് വേണ്ട. അപ്പൊ ഞാൻ ചിന്തിക്കായിരുന്നു, ശരിക്ക് നമ്മൾ ഏത് വ്യക്തിയായാലും നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പകരം അച്ഛനമ്മമാര് നമ്മളെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ പൈസ തിരിച്ച് കിട്ടുന്നതല്ല. അപ്പൊ വീട്ടിൽ നമുക്ക് അച്ഛനമ്മമാർക്ക് എന്തൊക്കെ ചെയ്ത് സഹായിക്കാൻ പറ്റും ഒരു വീട്ടില്, അല്ലെ? അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ, ചെറിയ ചെറിയ ജോലികൾ സഹായിക്കാൻ പറ്റില്ലേ? ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റലിലാവുമ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവരാണ്. ഹോസ്റ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ശരിക്കും അതിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അങ്ങനെ മതിയെന്ന് ഞാൻ പറയുന്നത്. നമുക്ക് പണ്ട് ഗുരുകുലങ്ങൾ എങ്ങനെയായിരുന്നു, പണ്ടത്തെ ഗുരുകുലം, ഇപ്പൊ നമ്മുടെ ഒരു ഗുരുകുലം തന്നെയാണ്. ഗുരുകുലങ്ങൾ എങ്ങനെയായിരുന്നു? അവര് പൈസ കൊടുത്തിട്ടൊന്നല്ല അവിടെ ഗുരുവിന്റെ പഠിക്കുന്നത്. പക്ഷെ വളരെ ലളിതമായിട്ടുള്ള ജീവിതമായിരിക്കും. പക്ഷേ ആ വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. കൂപ്പർത്തി കൊണ്ടുവരാൻ, വൃത്തിയാക്കി കൊടുക്കുക. ഇതൊക്കെ അത് രാജാവിന്റെ മകനായാലും വേണ്ടില്ല, രാജകുമാരനായാലും വേണ്ടില്ല, മന്ത്രിയുടെ മകനായാലും വേണ്ടില്ല, സാധാരണ കുട്ടിയായാലും വേണ്ടില്ല, എല്ലാവരും അത് ചെയ്യുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാവരും ചെയ്യും. അപ്പൊ ശരിക്കും ഇതിന്റെ തന്നെ ഒരു ഭേദമാണെന്ന് വെച്ചാൽ നമ്മള് അവിടുത്തെ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിന്റെ ഇതെടുക്കുന്നു, ഗുരു പഠിപ്പിക്കുന്നു. അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്താണ് നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക. അപ്പോഴും ഒരു പരസ്പര ബന്ധം വരും. ഇപ്പൊ ഈ പൈസക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത്. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ പൈസക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു, ഞാൻ പഠിക്കാൻ വേണ്ടി ഇനിയിപ്പോ എനിക്ക് അച്ഛനമ്മമാരെ വേണ്ട, അവരുമായിട്ട് ബന്ധമൊന്നും വേണ്ട, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരാതിരിക്കാൻ ഇത് നല്ലതാണ്. അപ്പൊ ശരിക്കും നമ്മൾ കുട്ടികളെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ മിക്കവാറും അമ്മമാരെങ്ങനെയാ വെച്ചാൽ നമ്മൾ പഠിച്ചോട്ടോ പറഞ്ഞിട്ട് ഒന്നും ചെയ്യിക്കാതെ പഠിക്കാൻ വേണ്ടി മാത്രം അവിടെ ഇരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ സേവനങ്ങൾ എടുക്കണം. പിന്നെ അവരുടെ ഫ്യൂച്ചർ ലൈഫിലേക്ക് അത് ഉപകാരപ്പെടും. നിങ്ങൾക്കറിയാം, ഈ ഇത്രയും ജോലികളൊക്കെ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഒരുവിധം ജോലികളൊക്കെ ചെയ്യാൻ മടിയുണ്ടാവില്ല. പിന്നെ വേറെ ഒരു വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം അതൊക്കെ അങ്ങനെ ശീലിക്കുന്നത് കൊണ്ടുള്ള ഇതാണ്. ആ രീതിയിൽ പക്ഷെ നമ്മുടെ കുട്ടികളെയും കൂടി വളർത്തണം. എന്നുവെച്ചാല് ഇങ്ങനത്തെ ചെറിയ ചെറിയ ജോലികളായാലും ചെയ്ത് അതൊരു ശരിക്കും ഒരു പരസ്പരം
ആവശ്യമാണ് കൊച്ചു കുട്ടികളായാലും ഒരു ചെറിയ വളരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ വേണ്ടാന്ന് ശരി, പക്ഷെ അവർക്ക് പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്യിക്കണം. അതൊരു ഇതും കൂടിയാണ്. പരസ്പരം നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും കഷ്ടപ്പെടുന്നതിന് നമ്മൾ എടുക്കുന്നു, അതിന് നമ്മൾ ചെയ്യുന്നു. അതൊരു സാധാരണ പ്രകൃതി നിയമമാണ്. അപ്പൊ ഞാൻ ഈ പൈസക്ക് വേണ്ടി ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ +2 കുട്ടികളാണ് ചെയ്യണമെന്നപ്പോ ഇവര് ഈ +2 തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ വീട്ടിലെ ബന്ധങ്ങൾ കുറയുമല്ലോ. ഫോറിനിലൊക്കെ അങ്ങനെയാണ്, അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല അച്ഛനമ്മമാരായിട്ട്. അവര് അവർക്ക് അങ്ങോട്ട് കൊടുത്തേക്കും, ഫ്രീഡം ഉണ്ട്, അവരവരുടെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ സ്നേഹബന്ധം കുറവായിരിക്കും. ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത്രയും അറ്റാച്ച്മെന്റ് അങ്ങനെ ആവശ്യമില്ലെങ്കിൽ പോലും ഒരു ഫാമിലിയുടെ ദൃഢതയ്ക്ക് ഇത് ആവശ്യമാണ്, സ്നേഹം ആവശ്യമാണ്. അപ്പൊ അതിന് നമ്മൾ ആ രീതിയിൽ പണം കുട്ടികൾ സമ്പാദിക്കാൻ തുടങ്ങിയാൽ അതൊരു സുഖമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു PG അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുമ്പോൾ അത് ശരിക്കും എന്തായാലും ഉപകാരമാണ്. അപ്പൊ നമ്മൾ നിത്യ ജീവിതത്തിലെ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ കുട്ടികളെ വളർത്തുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളായാലും നമ്മളെ എന്തെങ്കിലും എവിടെയെങ്കിലും അതിന് എന്തെങ്കിലും നമുക്കാവുന്നത് പോലെ ചെയ്യണം. കുട്ടികൾ അങ്ങനെയാണോ നമ്മൾ ചെയ്തിട്ടുണ്ടോ എല്ലാവരും? വീട്ടിലെ കൊച്ചു ജോലികളൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ് കഴുകി വെക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി നോക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാത്രം കഴുകാൻ സഹായിക്കുക, അടിച്ചു വാരി വെക്കാൻ സഹായിക്കുക. ഇതൊക്കെ ഒരു ജോലി തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണല്ലോ ഇവരുടെ ഈ ഇതിൽ നടക്കുന്നത്. ഞാനതൊന്ന് കമ്പയർ ചെയ്യായിരുന്നു. ആദ്യം ഇത് കേട്ടപ്പോ ഒരു കുട്ടികൾ ഇപ്പൊ തുടങ്ങി പൈസ സമ്പാദിച്ച് ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് തോന്നി. പക്ഷെ അവരുടെ ജഡ്ജസ് പറഞ്ഞത് അതാണ്, അത്ര ചെറുപ്പത്തിലേ നിങ്ങൾ ചെയ്യണ്ട, പക്ഷെ ഒരു PG തുടങ്ങി അല്ലെങ്കിൽ ഡിഗ്രി വേണമെങ്കിൽ കുറച്ചാകാം, അത് കഴിഞ്ഞിട്ട് ചെയ്താലും വലിയ പ്രശ്നമില്ല. അങ്ങനെയാണ്. അപ്പൊ ഇത് ഒരു സന്ദർഭം വന്നപ്പോ അത് പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ നമ്മള് കുട്ടികളെ വളർത്തുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഒരു ബന്ധം വരുന്നത്. എന്നുവെച്ചാൽ പരസ്പരം ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ അമ്മ എന്ത് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യുന്നു, എന്നെ ബാധിക്കുകയില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു മനോഭാവം പാടില്ല. നമുക്ക് രണ്ടും വേണം, പഠിക്കലും വേണം, അതോടൊപ്പം നിങ്ങൾ അതിനുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കണം. നിർബന്ധിച്ച് ഇത് ചെയ്യല്ല വേണ്ടത്, സ്നേഹപൂർവ്വം അങ്ങനെ ഒരു ശീലം വെച്ചാൽ അവർക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടുകയും ചെയ്യും. എല്ലാ ജോലികളും കുറച്ച് പഠിച്ചിരുന്നാൽ ഭാവിയിലേക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഏത് ഇതിലാണെങ്കിലും ഒരു പരസ്പരം ഡിപ്പെൻഡൻസ്. പിന്നെ കുറച്ച് വായിക്കാം. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. മാസ്റ്റർ മഹാശൻ ഭഗവാനോട് ചോദിക്കുകയാണ്, പറയാണ്, ഭഗവാൻ ചെന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറയാണ്, ഭഗവാന്റെ കൃപ കൂടാതെ യാതൊന്നും നടക്കില്ല. അതായത് നമ്മൾ എത്ര സ്വപ്രയത്നം ചെയ്തു ഭഗവാനെ നേടാം, അല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കേക്കാം എന്ന് വിചാരിച്ചാലും ഇപ്പൊ നമുക്ക് ധ്യാനിക്കാനിരിക്കുമ്പോ അറിയാം, ഞാൻ ഉൾപ്പെടെ മനസ്സ് എത്ര പ്രാവശ്യം ആ ലക്ഷ്യത്തിൽ നിന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്വപ്രയത്നം ചെയ്താലും വേണ്ടില്ല, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ശരിയായിട്ട് നടക്കുകയുള്ളൂ. ഏത് കയ്യിലായാലും ഭഗവാൻ അത് ഏത് കാര്യങ്ങളിലും അങ്ങനെയാണ്. ഭഗവാന്റെ കൃപയില്ലാതെ ഒന്നും നടക്കില്ല. അപ്പൊ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. കൃപയുണ്ടാവണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് അത്ര നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം വേണം, അപ്പൊ കൃപ തന്നെ വരും. ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടി അച്ഛനും കൂടി ഒരു വയലിന്റെ വരമ്പത്ത് കൂടി നടക്കുകയാണ്. വയൽ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല, നെൽപ്പാടം, അതിന് വീതി കുറഞ്ഞ വരമ്പുണ്ടാവുമല്ലോ, അതിൽ കൂടി നടക്കുക. അപ്പോ ചിലപ്പോ കുട്ടി അച്ഛന്റെ കയ്യിൽ പിടിക്കാം, അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയുടെ കയ്യിൽ പിടിക്കാം. ഇതിൽ ഏതാണ് സേഫ് ആയിട്ടുള്ളത്? സംശയമില്ല. എന്നുവെച്ചാൽ അച്ഛൻ കുട്ടിയുടെ കയ്യിൽ പിടിച്ചാൽ കുട്ടി സേഫാണ്. ഈ കുട്ടി അച്ഛന്റെ കയ്യിൽ പിടിച്ചാൽ കുട്ടി ചിലപ്പോ ഈ കാഴ്ചകൾ കണ്ട് അങ്ങനെ കണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ ശ്രദ്ധ പോകും, കൈ വിട്ടു പോകും, വീണ് പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ അച്ഛനാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും വീഴാനുള്ള സാധ്യതയില്ല. എങ്ങനെ കമ്പയർ ചെയ്യാം? ഇവിടെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ദൈവം നമ്മളെ
ഭഗവാൻ നമ്മുടെ കൈ. നമ്മള് ഭഗവാനെ പിടിക്കാം, പക്ഷേ ഭഗവാൻ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഭഗവാനെ എല്ലാം അർപ്പിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാൻ എന്റെ കഴിവ് കൊണ്ട് ചെയ്യുന്നുള്ള ഭാവം വെച്ചിട്ട് ഭഗവാനെ എല്ലാം അർപ്പിച്ചിട്ട് ഏത് ജോലിയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ഭഗവാൻ നമ്മളെ പിടിക്കുന്നത്. സമർപ്പണമുള്ളിടത്താണ് ഭഗവാൻ നമ്മളെ പിടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ സ്വപ്രയത്നം കൊണ്ട് ചെയ്യുന്നു, ഭഗവാനെ ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ശരി. പക്ഷെ എന്റെ സ്വപ്നം ഞാൻ ഇത് ചെയ്യും, അത് ചെയ്യുന്നൊക്കെ വിചാരിച്ചു അതിന് പകരം എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ചിട്ട് ചെയ്താൽ ഭഗവാൻ നമ്മുടെ കൈ പിടിക്കും. അപ്പോൾ സേഫാണ്. അപ്പൊ അതാണ് ഭഗവാൻ ആ ഉദാഹരണം പറയുന്നത്. പിന്നെ വ്യാകുലതയോടെ വിളിച്ച് സാധന ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ കൃപ ഉണ്ടാവുള്ളൂ. ഭഗവാന്റെ കൃപയിലാണെങ്കിൽ അത്ര വ്യാകുലത വേണം, ഭഗവാന്റെ കൃപ വേണം, ഭഗവാനെ സമർപ്പിക്കാനുള്ള ഒരു ശക്തി. ഇപ്പൊ നമുക്ക് സമർപ്പിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഭാവം വരണം എന്നുള്ള തോന്നൽ വേണമല്ലോ. അതിനൊക്കെ ഭഗവാന്റെ കൃപ വേണം. ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനും പിന്നെ ഉദാഹരണം പറയാണ്. മകൻ കിതച്ച് പരക്കം പാഞ്ഞ് നടക്കുന്നത് കണ്ടാലേ അമ്മയ്ക്ക് ദയ തോന്നും. അതുവരെ അമ്മ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ മകൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോ മകൻ അമ്മയെ വ്യാകുലതയോടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പോയി സഹായിക്കും. ഭഗവാൻ നമ്മെ എന്തിനിട്ട് ഓടിക്കുന്നു എന്ന് മാസ്റ്റർ വിചാരിച്ചു. ഭഗവാൻ വിചാരിച്ചു എന്തിനാണ് ഭഗവാൻ ഇങ്ങനെയിട്ട് ഓടിക്കുന്നത്? ഒക്കെ പറയില്ലേ ഭഗവാന്റെ ലീലയാണ്, ഇതൊക്കെ ഭഗവാന്റെ ലീല. ഭഗവാന്റെ ലീല നമുക്ക് പ്രാണ സങ്കടം എന്തൊക്കെ കഷ്ടപ്പാടുകളാണ്. എന്തിനാണ് ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നതെന്ന് മാസ്റ്റർ വിചാരിച്ചേ ഉള്ളൂ. മനസ്സിൽ വിചാരിച്ചപ്പോ ഭഗവാൻ അന്തര്യാമിയാണ്. അപ്പൊ ഉടനെ പറഞ്ഞു, ഞാൻ ചോദിച്ചില്ല, തെല്ലു നേരം നാം ഓടി നടക്കാം എന്നത് അദ്ദേഹത്തിന്റെ ഇച്ഛ. അദ്ദേഹത്തിന്റെ ഒരു രസമാണ്. അദ്ദേഹം ലീലയ ഈ സംസാരം രചിച്ചിരിക്കുന്നു. ഇതിന്റെ പേര് മഹാമായ. അതിനാൽ ഈ ശക്തി സ്വരൂപിണിയായ അമ്മയിൽ ശരണാഗതനാകണം. മായാപാശത്താൽ നമ്മെ കെട്ടിയിട്ടിരിക്കുന്നു. ഈ പാശത്തെ അറുത്തു കളഞ്ഞാൽ ഈശ്വര ദർശനം സാധ്യമാകുന്നു. അപ്പൊ എന്തിനാണ് ഈശ്വരനെ ലീല ചോദിക്കില്ല. ഇപ്പൊ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നു, ഇപ്പൊ സുഖങ്ങളുണ്ട്, അതിലപ്പുറം ദുഃഖങ്ങളുണ്ട്. ഓരോ ജീവിതത്തിൽ നോക്കിയാൽ അറിയാം. അപ്പൊ എന്തിനാണെങ്കിലും ഇപ്പൊ നമ്മള്, ഞാനെപ്പോഴും ഉദാഹരണമായി ഭഗവാന്റെ ലീലാണ്. ഭഗവാന്റെ ലീല വേണം. നമ്മളും കളിക്കാറുണ്ടല്ലോ, കളിക്കാനും കളി കാണാറൊക്കെ ഉണ്ടല്ലോ. ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ഗുസ്തി കളിക്കുകയൊക്കെ ചെയ്യുമ്പോ അതില് ആൾക്കാര് എന്താ അടിയും കിട്ടും, കുത്തും വേദനയും ഒക്കെ സഹിക്കുന്നില്ലേ, എന്നാലും കളിക്കില്ലേ. ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കുന്ന കാണുമ്പോ എത്ര അടിയും കുത്തും കിട്ടും. ഒരു ഗുസ്തിയിൽ എത്ര അടിയും കിട്ടും, എന്നാലും അത് കളിക്കണം അവർക്ക്, അല്ലെ? അതാണ് ലീല എന്ന് പറയുന്നത്. നമുക്ക് കാണാനും ആൾക്കാരുണ്ടാവും, കളിക്കാനും ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ സൃഷ്ടിയിൽ ഭഗവാനൊരു രസമാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനെ ചാടുന്നതും ഉദിക്കുന്നതും വേദനിക്കുന്നതും ചിരിക്കുന്നതും കഴിയുന്നതും ഒക്കെ കാണാൻ വളരെ രസമാണ്. നമുക്ക് ഇത്തിരി കഷ്ടപ്പാടാണെന്ന് വെച്ചാൽ നമുക്ക് ചിരിക്കുമ്പോ ഒക്കെ രസമാണ്, കരയുമ്പോ ബുദ്ധിമുട്ടാണ്, അല്ലെ? അപ്പോ അതാണ് മായാണ്. ഭഗവാൻ മായ കൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ കളിക്കാൻ വിട്ടിരിക്കുകയാണ്. മഹാമായ എന്ന് പറയും. മഹാമായ നമ്മള് ദേവിയായിട്ട് സങ്കല്പിക്കുന്നത്, ദേവി രൂപമാണ് മഹാമായ എന്ന് സങ്കല്പിക്കുന്നത്. അപ്പോ അതുകൊണ്ട് ആ മഹാമായ ദേവിയെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം. എന്ന് വെച്ചാൽ നമുക്കൊരു വിറ്റ്നസ് ആയിട്ട് കളിക്കാം, പക്ഷെ അത് നമ്മളെ ഒരുപാട് ബാധിക്കാതെ കളിക്കാൻ സാധിക്കും. കളിച്ചാലേ പറ്റുള്ളൂ. കളിക്കാമെന്നെ കളിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കളിക്കുമ്പോഴും നമുക്കൊരു ബോധത്തോടു കൂടി കളിച്ചാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരുപാട് ഏശാതിരിക്കാൻ സാധിക്കും. അതായത് ഒരു വിറ്റ്നസ് പോലെ. അപ്പൊ എപ്പോഴും ദേവിയെ, എന്ത് ജോലി ചെയ്യുമ്പോഴും ദേവിയെ പ്രസാദിപ്പിക്കണം എന്ന് പറയും. ആദ്യം ദേവി വേണമെന്ന് പറയും. അപ്പം പണ്ട് വേലൂർ മഠത്തില് രാമകൃഷ്ണ മഠം തുടങ്ങുമ്പോ സ്വാമിജി ഒരിക്കൽ സ്വാമിജിക്കും ഭഗവാന്റെ ഡിസൈപ്പിളായ ബ്രഹ്മാനന്ദ സ്വാമികൾക്ക് ഒരു ദർശനം ഉണ്ടാകും. ദുർഗാദേവി ഗംഗയിൽ കൂടി വേലൂർ മഠത്തിലേക്ക് വരുന്നതായിട്ടൊരു ദർശനം കിട്ടുക. അപ്പോ രണ്ടുപേരും വിചാരിക്കും ദുർഗാപൂജ നടത്താന്ന്. ദുർഗാപൂജ നടത്താറില്ല. ബംഗാളിലെ ദുർഗാപൂജ വളരെ ക്ഷേമമാണ്. അപ്പൊ വിചാരിക്കും ദുർഗാപൂജ നടത്തി, ഇതായിരിക്കും അതിന്റെ ഒരു സയൻസായി നമുക്കൊരു അടയാളം ദേവി കാണിച്ചു തരികയാണെന്ന് തോന്നി.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അവര് ഉടനെ സംശയം തീർക്കാൻ പോകുന്നത് ദേവിയാണ് ജീവിച്ചിരിക്കുന്നുണ്ട്. ദേവിയുടെ അടുത്ത് പോയിട്ടാണ് എല്ലാ സംശയങ്ങളും, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ ഫൈനൽ വേർഡ് ദേവിയുടേതാണ്. അപ്പൊ ദേവിയുടെ അടുത്ത് പോയി ചോദിക്കും, സ്വാമി ചോദിക്കും ഇങ്ങനെ ദുർഗാപൂജ നടത്താൻ ഒരു ആഗ്രഹം, ഇങ്ങനെ നടത്തട്ടെ എന്ന് ചോദിക്കും. അപ്പൊ ദേവി ഉത്തരം പറയുന്നതാണ്, തീർച്ചയായിട്ടും നടത്തിക്കോളൂ. ഏത് ദേവിയെ പ്രസാദിപ്പിക്കാതെ ഒരു കാര്യവും വിജയത്തിലേക്ക് എത്തില്ല. ദേവി എന്ന മഹാമായ, ദേവി സ്വയം മഹാമായയാണ് ശാരദാദേവി. ഒരു വലിയ ബുക്ക് ഉണ്ട് ശാരദാദേവി ആൻഡ് ഹെർ ഡിവൈൻ പ്ലേ എന്ന് പറഞ്ഞിട്ട്, അതിലത് വിസ്തരിച്ചിട്ടുണ്ട്. ദേവി സ്വയം ഈ ജഗത്തിന്റെ മുഴുവൻ ജനനിയാണ്. വളരെ സാധാരണ രൂപത്തിൽ വന്നിരിക്കുന്നു, പക്ഷെ ജഗത് ജനനിയാണ് ദേവി സ്വയം. അപ്പൊ അതുകൊണ്ടാണ് സ്വാമിജിയൊക്കെ എന്തിനു പോയിട്ടത്, എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ദേവിയുടെ അടുത്താണ് പോകുന്നത്. അവിടുന്ന് കിട്ടിയാൽ പിന്നെ ഇനി യാതൊരു സംശയമില്ല. അപ്പൊ ഏത് വിജയത്തിൽ എത്തണമെങ്കിലും മഹാമായ അല്ലെങ്കിൽ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എന്ന് ദേവി സ്വയം പറയുന്നു. ദേവി സ്വയം പറയാണ്, ദുർഗയായിട്ടാണ് പൂജിക്കുന്നത്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ കൽക്കത്തയിൽ രാമകൃഷ്ണ മഠത്തിൽ ദുർഗാപൂജ നടത്തും. പക്ഷെ ദേവി ഒരു വാണിംഗ് കൊടുക്കും, അതൊക്കെ ശരി. പക്ഷെ സാധാരണ ദുർഗാപൂജയ്ക്ക് ബലി കൊടുക്കലുണ്ട്, ഒരു മൃഗത്തെ ബലി കൊടുക്കും, ആടിനെ ബലി. പക്ഷെ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, സന്യാസിമാരാണ്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേവി തന്നെ അനുവാദം കൊടുക്കും, ദുർഗാപൂജ നടത്താനുള്ള അനുവാദം കൊടുക്കും. അപ്പൊ ദേവി പറയുന്ന ആ കാര്യമാണ്, ഏത് പ്രവർത്തനവും വിജയത്തിലെത്തണമെങ്കിൽ ദേവിയെ പ്രസാദിപ്പിക്കണം. ഈ ദേവി മഹാത്മ്യത്തിലൊക്കെ ഉണ്ട്. ഇപ്പൊ ശരിക്കും ദേവി മഹാത്മ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്നറിയില്ല. ബ്രഹ്മാവിന് 2 രാക്ഷസന്മാർ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോ വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിലാണ്. ഭഗവാനെ ഉണർത്തിയാലേ രക്ഷയുള്ളൂ. ഭഗവാനെ ഉണർത്തണമെങ്കിൽ ആ കണ്ടിരുന്ന നിദ്ര ദേവിയെ മാറ്റണം. അതിന് ദേവിയെ പ്രസാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏത് ചെയ്യണമെങ്കിലും ദേവിയുടെ മഹാമായയുടെ അല്ലെങ്കിൽ ജഗജ്ജനനിയുടെ പ്രീതി വേണം. അതേപോലെ ശ്രീരാമദേവന്റെ ചരിത്രം എഴുതും ഒരു പദ്യരൂപത്തിൽ, ശ്രീരാമകൃഷ്ണപുരി എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ എഴുതും. അപ്പൊ സ്വാമിജി അത് വായിച്ചിട്ട് പറയും വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ തുടക്കത്തിൽ ദേവിയെ സ്തുതിക്കണം, എന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. അപ്പൊ നമ്മൾ ഏത് ഇപ്പൊ നാമം ജപിക്കാതിരിക്കാനും എന്തായാലും നിങ്ങൾക്ക് ദേവിയുടെ മന്ത്രമായിരിക്കും. ഫസ്റ്റ് ദേവിയെ പേടിപ്പെടുത്തിയിട്ട് നമ്മുടെ മറ്റേ ഏതായാലും ചെയ്യാവുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഹാമായ വാതിൽ തുറന്നു തന്നാൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ നാമം ജപിക്കണമെങ്കിലും ധ്യാനിക്കണമെങ്കിലും ഒക്കെ നമുക്ക് ശരിക്കും സാധിക്കണമെങ്കിൽ മഹാമായയാണ് നമ്മളെ അവിടേക്ക് ഇട്ട് വലിക്കുന്നത്, വിഷയങ്ങളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് മഹാമായയാണ്. അപ്പോ ദേവിയെ പ്രാർത്ഥിച്ചാൽ മാത്രമേ അതൊക്കെ ശരിയായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. മതിയല്ലേ? ഇന്ന് ഗോസ്പലില് വളരെ കുറച്ച് വായിച്ചുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ കൈ പിടിക്കുന്നതും ഭഗവാൻ നമ്മളെ കൈ പിടിക്കുന്നതും ഭഗവാനെ പിടിക്കുന്ന വ്യത്യാസം എന്താണ്, പിന്നെ ഭഗവാന്റെ ലീല ഇങ്ങനെ എന്താണ്, ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന്റെ ആവശ്യം, ഈ 2 പോയിന്റ് നമ്മൾ ഗോസ്പലില് വായിച്ചത്. പിന്നെ നമ്മൾ സാധാരണ ജീവിതത്തില് ഇതാണ് പറഞ്ഞത്, ഇത് നമുക്ക് വേണ്ടി പറഞ്ഞത്. അത് ചുരുക്കി പറഞ്ഞാൽ മതി. എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏത് ജീവിതത്തിൽ എവിടെയായാലും ഒരു പകരം നമ്മൾ ചെയ്യേണ്ടി വരും. കൊച്ചു കുട്ടികളായിരിക്കുമ്പോ അതിന്റെ ആവശ്യം നമുക്കും തോന്നില്ല, അവർക്കും തോന്നില്ല. പക്ഷെ അവരറിയാതെ തന്നെ ഒരു അൺകോൺഷ്യസ്ലി ആയാലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ആര് പാടും? ആര്? വിജയലക്ഷ്മി കാണാനില്ലല്ലോ, എവിടെയുണ്ട്? ഓൺ ചെയ്ത് നോക്കട്ടെ, കാണട്ടെ. ഓണാണ്, ഓഡിയോയും ഓണാണ്. ഇപ്പോഴേ ഓക്കെയല്ലേ? ആ പാടാം. ഹംസയുക്ത വിമാനചാരിണി അംബികേ ജഗദംബികേ സർവമംഗളദായികേ
सर्वार्थ सिद्धि विधायिके हंस युक्त विमान चारिणी अंबिके जगदंबिके अप्रचुंबित नीलहिमगिरि शुभ्रसानुनिवासिके यक्ष किन्नर सिद्धचारण रक्षके अखिल कामदे हंस युक्त विमान चारिणी अंबिके जगदंबिके सर्वमंगलदायिके सर्वार्थ सिद्धि विधायिके हंस युक्त विमान चारिणी अंबिके जगदंबिके गानलोले केलिलोले माननीय गुणात्मिके घोरदनुज विमर्दनवर्धित वीरचरिते चण्डिके हंस युक्त विमान चारिणी अंबिके जगदंबिके सर्वमंगलदायिके सर्वार्थ सिद्धि विधायिके हंस युक्त विमान चारिणी